ഈശ്വലോട് കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സംഖ്യാപുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു ആൺ കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ട് കൊറ്റൻ. ആമേൻ. പണ്ടൊക്കെ എന്താണ് പറയുക, പഴയ നിയമത്തിൽ പണ്ടൊക്കെ മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപത്തിന് പരിഹാരമായി എന്താണ് പറയുക, പ്രാവിനെയും ആടിനെയും ഒക്കെ ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. മോശയുടെയും അബ്രഹാമിൻ്റെ ഒക്കെ കാലത്ത്, ഇസഹാക്കിൻ്റെ ഒക്കെ കാലത്ത്. ആമേൻ. എന്നാൽ പുതിയ നിയമം വന്നപ്പോഴത്തേക്കും കർത്താവായ യേശു ഈ ലോകത്തിലെ സകല മാനവരാശിയുടെയും പാപം ഏറ്റെടുത്ത് ക്രൂശ് മരണം മരിച്ചു. ആമേൻ. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആമേൻ. കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ആമേൻ. കർത്താവിൻ്റെ പാപത്തിൽ നിന്ന്, പാപത്തെ വിട്ടകന്ന് നിൽക്കുക എന്നാണ് തമ്പുരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആമേൻ. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യനിൽ നിന്നും വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ ഒരു പാപം ഉണ്ടാവാം. ആമേൻ. ലോകത്ത് മനുഷ്യന് 100% വിശുദ്ധനായി ജീവിപ്പാൻ സാധിക്കയില്ല. ആമേൻ. ആരെങ്കിലും ഞാൻ വിശുദ്ധനാണ്, ഞാൻ ഒരു വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ ഞാൻ തെറ്റാറില്ല, ഞാൻ വിശുദ്ധനാണ്, ഞാൻ ദൈവത്തെ പോലെ ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ പോലെ കള്ളൻ വേറെ ലോകത്താരുമില്ല. ആമേൻ. അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല. എന്നാൽ കർത്താവ് പറയുന്നു, നാം പാപം ചെയ്താൽ, നമ്മുടെ ഭാഗത്തുനിന്നും പാപം ഉണ്ടാവാം, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളൊരു പാപം ഉണ്ടാവാം, ഒരു പാപം നമ്മളിൽ നിന്നുണ്ടാവാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരെയും എന്തെങ്കിലും പറയുകയാണ്, നമ്മൾ തിരിച്ചു പറയുന്ന വാക്ക് അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽ പാപമാണ്. ആമേൻ. അതിനാൽ കർത്താവ് പറയുന്നു, പാപം ചെയ്താൽ മാനസാന്തരപ്പെടുക. ആമേൻ. പിതാവേ, ഞാൻ ചെയ്തു പോയ തെറ്റിന്, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റിന് അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുക. ആമേൻ. മാനസാന്തരപ്പെടാഞ്ഞാൽ നീ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നവൻ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയാൽ ദൈവത്തോട് നമ്മൾ മാപ്പ് ചോദിക്കുക. ആമേൻ. മാനസാന്തരപ്പെടുക എന്നാണ് അതിനെ പറയുക. ആമേൻ. നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് പറയുക, തെറ്റ് സംഭവിക്കാം. ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവാം. എന്നാൽ ആ തെറ്റ് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ആ പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ആ പാപം ചെയ്തിട്ട് മാനസാന്തരപ്പെടാതിരിക്കരുത്. ആ പാപത്തെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ പോകരുത്. ആമേൻ. അത് നമ്മുടെ പല അനുഗ്രഹങ്ങൾക്കും തടസ്സമായി തീരാം. ആമേൻ. അതിനാൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പാപം വന്നുപോയാൽ, വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒരു പാപം വന്നു പോയാൽ നാം എന്താണ് പറയുക, കർത്താവിനോട് മാപ്പ് ചോദിക്കുക. ആമേൻ. രണ്ടാമത്, ദൈവത്തോട് കോപിക്കരുത്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ എന്താണ് പറയുക, പ്രവർത്തിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ദൈവത്തോട് കോപിക്കരുത്. കർത്താവിനെ വിശ്വാസം കൊണ്ടല്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. അതിനാൽ കർത്താവിൽ അടിയുറച്ചൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.